ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചായിട്ടോ ഞാൻ പറയാൻ പോണത്. അങ്ങനെ ഹണിമൂൺ ആഘോഷമൊക്കെ എല്ലാവരും ഭയങ്കര ആഘോഷമാക്കാൻ വേണ്ടി തന്നെ ബാലി ട്രിപ്പ് വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാൻ പോണ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അശ്വിനും ശ്രുതിക്കും അതുപോലെ തന്നെ ആകാശിനും പ്രീതിക്കും വേണ്ടിയിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും അതുപോലെ തന്നെ ഡാൻസ് പരിപാടിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിൻ ഇതിനൊന്നും സമ്മതിക്കില്ല, ഇതിനൊന്നും ഞാനില്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞ ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഹണിമൂൺ പോകാൻ സാധിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹണിമൂൺ ഇവിടെ റീക്രിയേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ, നീ സമ്മതിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അഞ്ജലിയുടെ സന്തോഷത്തിന് വേണ്ടി അശ്വിൻ സമ്മതിക്കുക കേട്ടോ. അങ്ങനെ ഒരു റൊമാൻറ്റിക് പാട്ട് വെച്ചു കൊടുക്കുകയാണ്. ആ പാട്ടിനെ നമ്മുടെ ആകാശം പ്രീതി വളരെ മനോഹരമായിട്ട് തന്നെ കണ്ണോട് കണ്ടു നോക്കിയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ശ്രുതി അശ്വിനാണെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടാണ്ടാണ് ഡാൻസ് കളിക്കുന്നത്. ശ്രുതി അശ്വിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അശ്വിൻ ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതിനെ നോക്കുക കേട്ടോ. ശ്രുതി അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി പതുക്കെ ആ കൈയെടുത്ത് അശ്വിന്റെ മേത്തേക്ക് വെക്കുവാണ്. എന്നിട്ട് പ്രീതിയും ആകാശും ഡാൻസ് കളിക്കുന്ന പോലെ തന്നെ അശ്വിനും ശ്രുതിയും ഡാൻസ് കളിക്കുക കേട്ടോ. പക്ഷെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു പരസ്പരം മറന്ന് മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് ഒക്കെ ഭയങ്കര മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് അവരുടെ മനോഹരമായിട്ട് ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അവരൊരു പാട്ടോട് കൂടി തന്നെ ആ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ കാണിച്ചില്ലേ, അത് ജസ്റ്റ് ഒരു അവരൊരുമിച്ച് കളിക്കണത് അവർ ആലോചിക്കേണ്ടതാണ് കേട്ടോ. അതായത് അത് ശരിക്കും അങ്ങനെ ഇല്ല എപ്പിസോഡിൽ, അവരത് ആലോചിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്യാണ്. നമ്മുടെ ആകാശം പ്രീതി ഭയങ്കര ആകാശം പറഞ്ഞിട്ട്, പ്രീതി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മാത്രമുള്ളൊരു ഒരു ദിവസം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ദിവസം കിട്ടുന്നത്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് പ്രീതി എന്ന് ആകാശ് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ്, ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ആകാശേട്ടൻ്റെ കൂടെ ഒരു ദിവസം ഫുള്ളും വേറെ ആരുമില്ലാതെ നമ്മൾ മാത്രം ഒറ്റക്കായിട്ട് ഒരു ദിവസം കിട്ടണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പ്രീതി പറയാണ്. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട്, പ്രീതി ഇത് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്ന് പറയാണ്. അതെന്താ അങ്ങനെ, അത് എന്താന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, പക്ഷെ അതെന്താന്ന് എനിക്കറിയാം, ഈ ഇരുട്ടത്ത് എൻ്റെ മുഖം കാണുന്നില്ല, എൻ്റെ മുഖം കാണാത്തോണ്ടല്ലേ ഭംഗിയുണ്ടെന്ന് പറയണത്, താൻ വരെ തമാശ പറയല്ലേ, താൻ നല്ല സുന്ദരി തന്നെയാ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഈ നിലാവിന്റെ വെളിച്ചത്തിൽ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, തന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ തന്റെ ഭംഗിയും അതുപോലെ തന്നെ തന്റെ ആ ഒരു സ്വഭാവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ മധുവിധു ആഘോഷിക്കുകയാണ്. അതേസമയം ശ്രുതി അശ്വിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടി ക്യാൻഡിൽസ് ഒക്കെ അവരുടെ റൂമിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവരുടെ ബെഡിലാണെങ്കിൽ ഒരു ഫസ്റ്റ് നൈറ്റിന്റെ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് അഞ്ജലി ചെയ്തിരിക്കുന്നത്. അത് ഹാർട്ടിന്റെ സിമ്പിളൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പാലും പഴവും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. റൊമാൻറ്റിക് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ തന്നെയുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്യാമാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. ഒരിക്കലും അവരുടെ ഹണിമൂൺ ട്രിപ്പ് ഇവിടെ ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എങ്ങനെയെങ്കിലും ഇത് കൊളമാക്കിയേ പറ്റൂ, അശ്വിനും ശ്രുതിയും ഒരിക്കലും ഹണിമൂൺ ആഘോഷിക്കണ പോലെ റൂമിൽ ഒരുമിച്ച് കഴിയാൻ പാടില്ല, അതിന് ശ്യാം മാധവ് സമ്മതിക്കില്ല എന്നൊക്കെ ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ശ്യാമിന്റെ പ്ലാനായിട്ട് ശ്യാം അതവിടുത്തെ കരണ്ട് കളയുവാട്ടോ. അത് ആ സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ പ്രാന്ത് പിടിക്കണം, അയ്യോ കരണ്ട് പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കൊതുകൊക്കെ ആണെങ്കിൽ അകത്തേക്ക് കയറും, അത് ആ വാതിലൊക്കെ അടയ്ക്കുക എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ കൊതുക് കുറച്ച് അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, തീപ്പെട്ടി എടുക്ക് മെഴുകുതിരി കത്തിച്ചു വെക്കാം എന്നിങ്ങനെ പറയണം. അങ്ങനെ തീപ്പെട്ടി എടുത്തിട്ട് നമ്മുടെ അശ്വിൻ തീപ്പെട്ടി ഇങ്ങനെ ഉരയ്ക്കുമ്പോഴേക്കും ആ ഒരു തീപ്പെട്ടിയുടെ വെളിച്ചത്തിൽ, അതായത് അവിടെ ഫുള്ളും കരണ്ട് പോയിരിക്കുകയാണ്, ഇരുട്ടാണ്. അപ്പൊ ആ തീപ്പെട്ടിയുടെ വെളിച്ചത്തിൽ നമ്മുടെ ശ്രുതിയുടെ മുഖം അശ്വിൻ ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ അശ്വിന് ഭയങ്കര സന്തോഷം തോന്നുവാണ്, എന്തൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ശ്രുതിയുടെ തോന്നുവാണ് ആ ഒരു വെളിച്ചത്തിൽ. അശ്വിൻ അങ്ങനെ ശ്രുതിയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതിയും അശ്വിനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അശ്വിനാണെങ്കിൽ അറിയുന്നില്ല, വേറെ ഏതോ ലോകത്താണ്. ആ തീപ്പെട്ടി ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ തീപ്പെട്ടി കയ്യിൽ നിന്ന് ഇങ്ങനെ കത്തി തീരാനായി. അപ്പൊ അശ്വിന്റെ കൈ ഇങ്ങനെ പൊള്ളോലോ, അതുകൊണ്ട് ശ്രുതി പറയുമ്പോൾ അയ്യോ തീപ്പെട്ടി തീരാനായി, കയ്യിൽ നിന്ന് അത് മാറ്റിയെന്ന് പറഞ്ഞ് തട്ടുവാണ്. അപ്പൊ അശ്വിന്റെ കയ്യിൽ നിന്ന് ആ തീപ്പെട്ടി നേരെ പോയി വീണത് പുതപ്പിലേക്കാണ് കേട്ടോ. അതായത് ബെഡില് വിരിച്ചിട്ട പുതപ്പിലേക്കാണ് ഇത് പോയി വീഴുന്നത്. പെട്ടെന്ന് ശ്രുതി നോക്കുമ്പോഴേക്കും ബെഡിൽ ഇങ്ങനെ പുതപ്പിങ്ങനെ കത്തി തുടങ്ങുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അയ്യോ പുതപ്പ് കത്തുന്നുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്റെ ദൈവമേ, ആരെങ്കിലും ഓടി വരണേ, ഫയർഫോഴ്സിനെ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക കേട്ടോ. അശ്വിൻ പറയണത്, നീ ഒന്ന് മിണ്ടാതിരിക്കും, ഞാൻ എന്താ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശ്രുതിയാണ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ബാത്റൂമിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം അങ്ങനെ തന്നെ കോരി എടുക്കുക കേട്ടോ. എന്നിട്ട് അത് കട്ടിലേക്ക് ഒഴിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയണ, ഹാവു തീ അണഞ്ഞു എന്ന് പറയാണ്. അശ്വിൻ ചോദിക്കുന്നുണ്ട്, തീ അണഞ്ഞു, പക്ഷെ നീ എന്ത് പണിയാ കാണിച്ചത്, ഒരു ഇച്ചിരി തീയല്ലേ അത് ജസ്റ്റ് നമുക്ക് എന്തിനു വെച്ചിട്ട് കിടത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, നീ എന്തിനാ വെള്ളം കോരി ഒഴിച്ചത്, ഇനി നമ്മൾ എവിടെ കിടക്കും എന്ന് ചോദിക്കണം. അയ്യോ അത് ശരിയാണല്ലോ എന്ന് ശ്രുതി പറയാണ്. പെട്ടെന്നാണ് അശ്വിൻ നോക്കുമ്പോഴേക്കും അവരുടെ റൂമിൽ ഒരു സോഫയുണ്ട്. അപ്പൊ ആ സോഫയിൽ കിടന്ന് ഉറങ്ങാനാ വെച്ചിട്ട് അശ്വിൻ വേഗം തന്നെ സോഫയിൽ കിടന്ന്
കിടന്നുറങ്ങാൻ വേണ്ടി ഓടിപ്പോകുമ്പോഴേക്കും ശ്രുതിയും സോഫയിലേക്ക് ഓടിപ്പോവാണ്. ശ്രുതി പറയണ്ട് ഇത് ഫൗളാണ്. കട്ടിലിൽ ഒരു ഭാഗത്ത് നിങ്ങളും ഒരു ഭാഗത്ത് ഞാനല്ല കിടക്കുന്നത്, അതുപോലെ തന്നെ സോഫയിലും അങ്ങനെ തന്നെ മതി. ഒരു ഭാഗത്ത് നിങ്ങളും ഒരു ഭാഗത്ത് ഞാനും എന്ന് ശ്രുതി പറയാണ്. എന്തെങ്കിലും ആവട്ടെ എന്ന് അശ്വിനും വിചാരിക്കുന്നുണ്ട്. പക്ഷെ കൊതുക് ശല്യം കാരണം അശ്വിന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ. എന്തൊരു കൊതുകായത് എന്ന് പറയുമ്പോൾ ശ്രുതി വേഗം തന്നെ ശ്രുതിയുടെ ബാഗിൽ, അതായത് കൊതുക് തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കൊതുക് തിരി ശ്രുതി ബാഗിൽ നിന്ന് എടുക്കുകയാണ്. ശേഷം ഒരു തീപ്പെട്ടി, അതായത് ആ നനഞ്ഞ തീപ്പെട്ടി ഉണ്ടല്ലോ, അത് കത്തിക്കാൻ വേണ്ടി കുറെ പ്രാവശ്യം ഉരക്കുമ്പോൾ അതിലൊരു തീപ്പെട്ടി കത്തുന്നുണ്ട്. അങ്ങനെ ശ്രുതി അത് കൊതുക് തിരി കത്തിച്ച് അവിടെ വെക്കുവാണ്. അപ്പൊ അശ്വിൻ ചോദിക്കേണ്ടത് ഇതെന്താ ഇവിടെ കരിഞ്ഞ മണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രുതി ഒന്നും തന്നെ മിണ്ടില്ലട്ടോ. എനിക്കൊന്നും അറിയില്ല, ചിലപ്പോഴേ നിങ്ങളുടെ തലയിലെ അഹങ്കാരം ഉണ്ടല്ലോ അത് കത്തിപ്പോണതായിരിക്കും എന്നൊക്കെ പറയാണ്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ശേഷം പക്ഷെ ഇത് എന്തൊരു നാറ്റോ ഇത് എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ല കേട്ടോ. കൊതുകുതിരി കത്തിച്ച കാര്യമൊന്നും ശ്രുതി പറയത്തേ ഇല്ല. അങ്ങനെ രാത്രി അവർ രണ്ടുപേരും കൂടി സോഫയിൽ ഒരു ഭാഗത്ത് ശ്രുതിയും മറ്റേ ഭാഗത്ത് അശ്വിനും കിടക്കാണ്. രാവിലെ ആകുമ്പോഴേക്കും അശ്വിൻ എഴുന്നേൽക്കുമ്പോഴേക്കും ശ്രുതി നല്ല ഉറക്കമാട്ടോ. ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ. അവർ സോഫയിൽ അപ്പുറത്തിപ്പുറത്ത് തിരിഞ്ഞാൽ കിടന്നേന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ടാട്ടോ കിടന്നുറങ്ങിയത്. അങ്ങനെ നമ്മുടെ ശ്രുതി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴേക്കും താലിമാല അശ്വിന്റെ ഷർട്ടിൽ കുടുങ്ങുകയാണ്. അശ്വിൻ പതുക്കെ ശ്രുതിയുടെ താലിമാല എടുത്ത് ഭദ്രമായിട്ട് ശ്രുതിയുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് അഞ്ജലി അവിടെ ചായ ആയിട്ട് വരുന്നത്. ഹായ് മാഡം, ഹായ് സർ, വെൽക്കം, ഇതേ ചായ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി പറയണ്ട, ഇവിടെ എന്തൊരു വൃത്തികെട്ട മണം വരുന്നത്, എന്തോ കരിയുന്ന പോലത്തെ മണം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അതെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അഞ്ജലി അങ്ങോട്ടേക്ക് നോക്കുവാണ്. ഇവിടെ എവിടെ നിന്നാ കരിഞ്ഞ മണം, ഇവിടെ എവിടെയോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടിലടി നോക്കുമ്പോൾ അവിടെ കൊതുകുതിരി കാണുവാട്ടോ. എന്റെ ദൈവമേ, ഇതാരാ കൊതുകുതിരി ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചത്. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട് അത് രാത്രി ഫുള്ളും ഭയങ്കര കൊതുകായിരുന്നു, അതുകൊണ്ട് കത്തിച്ചതാണ്. ഈശ്വര, കുഞ്ഞിന് കൊതുകുതിരി അലർജിയാണ്. ഇനി അവന് ഭയങ്കര തുമ്മലും ജലദോഷവും ഒക്കെ ആയിരിക്കും, സംസാരിക്കാൻ പോലും പറ്റില്ല, തൊണ്ടവേദന ഉണ്ടാവും. തൊണ്ടവേദന ഭയങ്കര തൊണ്ടവേദന, അവനിതിപ്പോ ചെറുപ്പം തൊട്ടേ അലർജിയാണ് എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും കുഞ്ഞാ, നീ വിഷമിക്കണ്ട, ഞാൻ നല്ല ചുക്ക് കാപ്പി എടുത്തോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി നിലത്തേക്ക് പോവാണ്. അപ്പോഴേക്കും അശ്വിന്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. ശ്രുതി പറയുന്നുണ്ട് സോറി, എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ അലർജിയുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രുതിയുടെ ദേഷ്യത്തോട് കൂടി തന്നെ അശ്വിൻ നോക്കുവാട്ടോ. ശ്രുതി പറയണ്ട, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് ഇത് അലർജിയാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക അശ്വിൻ സാറ, ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അലർജി എന്നുള്ള കാര്യങ്ങൾ എനിക്ക് എഴുതിത്താ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതൊക്കെ ഇനി ചെയ്യാതിരിക്കാലോ എന്ന് പറയാണ്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരുവാണ്. അശ്വിനെ മിണ്ടാനും പറ്റാത്ത ഒരു അവസ്ഥ. ശ്രുതി പറയണ്ട് സാരില്ല, ഇന്ന് ഞാൻ കാരണം നിങ്ങളുടെ സൗണ്ട് നഷ്ടപ്പെട്ടല്ലോ, ഇന്ന് ആദ്യം നിങ്ങൾ പോയി കുളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അശ്വിന്റെ ദേഷ്യം വന്നിട്ട് ശ്രുതിന്റെ ദേഷ്യത്തോട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ അശ്വിൻ താഴത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും അശ്വിന്റെ പകരം സംസാരിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ. അതായത് ദേഷ്യത്തോട് കൂടി തന്നെ അശ്വിൻ നിൽക്കുമ്പോഴേക്കും ശ്രുതി പറഞ്ഞു വാട്ട് ദി ഹെൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രുതിനെ നോക്കുവാണ്. അല്ല അശ്വിൻ സാറാമിനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ശ്രുതി പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല അടിപൊളി ഭാഗമാണ് ഈ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ബാലി ട്രിപ്പ് വീട്ടിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.